നമ്മുടെ ചൂലുണ്ടാക്കാനായിട്ട് നമ്മളാദ്യം ഈർക്കിലെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ്, 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂലിനകത്തോട്ട് ആ കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുക്കണം. നിങ്ങൾ ഈ ഭാഗം ചെയ്യുമ്പോൾ അടിഭാഗത്ത് വള്ളി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കെട്ടുകമ്പി ഉപയോഗിച്ചോ ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ലതായിരിക്കും. ചൂല് കുറച്ചും കൂടെ ഒതുങ്ങിയിരിക്കും. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് താന്നു പോകാതെ കുറച്ച് ഉയർത്തി പിടിച്ച് വേണം ഇതേ രീതിയിലൊന്ന് ചുറ്റാൻ. ഒരുപാട് താന്നു പോകരുത്, അപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഷേപ്പ് മാറിപ്പോവും. ഓക്കെ, നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അടിച്ച് എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. ഇതേപോലെ ലെവലിൽ തന്നെ ഇരിക്കണം. ഇനി ഞാൻ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇത് കമ്പല്ല, ഇത് മടലാണ്. നിങ്ങൾ എടുക്കുമ്പോൾ കമ്പ് തന്നെ എടുക്കണം. ഇതിൻ്റെ ഒരറ്റം നല്ലതുപോലെ മോനയാക്കി കൊടുക്കണം. ഇതേപോലെ. ഇനി ആ ചൂലിൻ്റെ നടുഭാഗത്ത് തന്നെ ഈ രീതിയിലൊന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്കൊരു കല്ലിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ 2-4 പ്രാവശ്യം ഒന്ന് അമർത്തി ഒന്ന് ഇടിച്ചാൽ മതി. അത് നല്ല ടൈറ്റായിട്ടിരുന്നോളും. ഏകദേശം ഈ ഒരു പരുവത്തിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും നീളത്തിന് അകത്തോട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് നടുക്ക് തന്നെ കേട്ടോ ഞാൻ കുത്തിയേക്കുന്നത്, സൈഡിൽ കൂടെ അല്ല, കറക്റ്റ് നടുക്ക് തന്നെയാണ്. ഇനി വേണമെങ്കിൽ 1-2 ആണിയും കൂടെ നമുക്കതിൽ അടിച്ചു കൊടുക്കാം. പിന്നെ ചൂലിന് ഒരനക്കവും വരത്തില്ല. ഇനി നമുക്ക് ചൂലൊന്ന് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പഴയൊരു പെയിൻറ്റിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് ഇളക്കിയെടുക്കണം. ഇതേപോലെ കത്തോളം ഉപയോഗിച്ചൊന്ന് അടിച്ചാൽ മതി, അത് ഇളകി വന്നോളും. ഇനി ഇതേപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിയാൽ മതി, അടിഭാഗം ഇളകി വരും. ഇതേപോലെ തന്നെ അതിൻ്റെ മറു സൈഡും നമുക്ക് ഇളക്കിയെടുക്കണം. ഓക്കെ, നമ്മളത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി കത്രിക വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു വീതിക്ക് ഇതിനകത്തുനിന്ന് 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരേ ലെവലിലുള്ള 2 പീസ്. ഇനി ഒരു പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരേ അളവിൽ തന്നെ വരാൻ നോക്കണം. ഞാൻ എന്താണ്ട് ഇതേപോലെ ഒരു മടൽ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ മടലെടുക്കരുത്, ഒരു തടിയോ അല്ലെങ്കിൽ പട്ടിയല്ലോ വേണം ഇതേ രീതിയിലെടുക്കാൻ. 2 പട്ടിയിൽ ഒരുമിച്ച് ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചൂലിനകത്തോട്ട് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. ഇതേ രീതിയിൽ നമ്മളിതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇതിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം. ഞാൻ ആ കെട്ട് കുറച്ചും കൂടെ മേളിലോട്ട് കയറ്റി വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരാളെയും കൂടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മടലായതുകൊണ്ട് അത് ടൈറ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തടി തന്നെ ഉപയോഗിക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ തകിടിൻ്റെ പീസ് ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കണം. ഈ രീതിയിൽ താഴെ കൂടെ വെച്ചിട്ട് മേൽഭാഗത്തോടെ കൊണ്ടുവന്ന് അതേ രീതിയിൽ തന്നെ മടക്കിയെടുക്കണം. ഇനി അധികമായിട്ടുണ്ടെങ്കിൽ ഞാൻ അടയാളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മടക്കുന്നത്. അധികമായിട്ടുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇനി അതും ആ രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കണം. ആദ്യം അകത്തോട്ടും പിന്നെ പുറത്തോട്ടും ഒരു ലോക്ക് പോലെ കിടക്കണം അതിനകത്ത്. നമ്മളത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിടർത്തി കൊടുത്തപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു പീസ്, തകടിൻ്റെ പീസ് ടൈറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വേണം നിൽക്കാൻ. എന്നിട്ട് നമുക്കൊരു 3 ആണി ഒരു സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു വെച്ച് അപ്പുറത്തുനിന്ന് ആണി അടിക്കാം. ഞാൻ എന്തായാലും 3 എണ്ണേ അടിക്കുന്നുള്ളൂ. ഈ സൈഡിൽ നിന്ന് 3 ആണി, ആ സൈഡിൽ നിന്ന് 3 ആണി നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ 3 ആണി അടിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി തിരിച്ചു വെച്ചിട്ട് നമുക്ക് ആണി അടിച്ചൊന്ന് വളച്ചും കൂടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൂല് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.